ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിയുടെയും വർഷയുടെയും താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ ഭാഗമായിട്ട് ശ്രുതിക്ക് പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. വിമലയെ വിളിച്ചിട്ട് അമ്മയുടെ കയ്യിൽ വല്ലതും ഉണ്ടാവുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സ്വർണ്ണമുണ്ട്, ഞാൻ അത് വിറ്റിട്ട് പണവുമായിട്ട് നിന്റെ അരികിലേക്ക് വരാ എന്ന് പറയാണ്. സ്വർണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കല്യാണത്തിന്റെ താലിയാണ് കേട്ടോ. അത് വിറ്റ് പണവുമായിട്ട് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്കാണ് വരുന്നത്. അവിടെ വെച്ചിട്ട് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ചന്ദ്രമതി ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നത്. ചന്ദ്രമതി വന്നപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ചന്ദ്രമതിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പുറത്ത് തന്നെ വെക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. എന്നാൽ കുറെ നേരം വെയിറ്റ് ചെയ്ത് കാണുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് ഉള്ളിലേക്ക് കയറി വരുന്ന രംഗം വരെയായിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ സ്റ്റാഫ് പറഞ്ഞതനുസരിക്കാതെ ചന്ദ്രമതി ഉള്ളിലേക്ക് കയറി വരുമ്പോൾ വിമലയാണെന്നുണ്ടെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതുപോലെ മുഖത്ത് മൊത്തം ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് കണ്ണിനകത്ത് കുക്കുംബറൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ആളെ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. ചന്ദ്രമതിയെ കണ്ടോടെ തന്നെ ശ്രുതി ടോപ്പിക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അയ്യോ ആന്റി, നിങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആന്റിയാണോ നീ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ആന്റി ആയിരുന്നെങ്കിൽ ഉടനെ തന്നെ ആന്റിയെ ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ? ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ള കാര്യം. ആന്റി വന്ന കാര്യം നീ എന്താ പറയേണ്ടതെന്നൊക്കെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും സ്റ്റാഫ് മാഡം എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ടേ. ഒന്നും പറയണ്ട, നീ പോവാൻ നോക്കെന്ന് പറയണേ. വെറുതെ നീ അവളെ ചീത്ത വിളിക്കേണ്ട ശ്രുതി, പാവം കുട്ടി, അവൾ അറിയാതെ ചെയ്തതല്ലേ, മോള് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നൈസായിട്ട് ആ കുട്ടിയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ആന്റി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ ഒക്കെ, അതുകൊണ്ടൊന്ന് മസാജ് ചെയ്തിട്ട് പോവാന്നുള്ള കാര്യം വിചാരിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മാഡം 5 മിനിറ്റ് എന്ന് പറയുന്നുണ്ട് വിമലയുടെ അടുത്ത്. ജസ്റ്റ് കസ്റ്റമർ ആണെന്നുള്ള രീതിയിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയെ. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാനും ശ്രുതിയും കൂടി ചേർന്നിട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു. അതിന്റെ കൂടെ നിന്റെ അച്ഛന് ഷർട്ടും എടുത്തിട്ടുണ്ട്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഷർട്ട്, 2000 രൂപയെന്നൊക്കെ പറയുകയാണെ. അവരവിടുന്ന് പോകുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ആന്റി വരും, രാവിലെയാണ് ഫ്ലൈറ്റ് എന്നുള്ള കാര്യം പറയുകയാണ് ശ്രുതി. താലിച്ചെയിൻ മേടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കാശ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ വിഡ്രോ ചെയ്തിട്ട് എടുത്തിട്ട് വന്നത്. എന്നിട്ട് വിമല കൊണ്ടുവന്ന ആ പണം കൊണ്ടുപോയിട്ട് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. പണം കിട്ടിയ ഉടനെ തന്നെ ചന്ദ്രമതി, കണ്ടില്ലേ നിന്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിന്റെ അച്ഛന് നിന്നോട് സ്നേഹം തന്നെയാണ്, പക്ഷെ നീയാണത് മനസ്സിലാക്കാത്തതെന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് പറയുകയാണെ. അല്ല, നിന്റെ അച്ഛൻ മാത്രമാണോ വരുന്നത് അതോ കൂടെ മറ്റവളും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. ആരെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, അതല്ലേ നിന്റെ അച്ഛൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ അവര്? ഇല്ല ആന്റി, അച്ഛൻ മാത്രമേ വരുന്നുള്ളൂ. അതെന്തായാലും നന്നായി. അവളെയും കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നവരൊക്കെ എന്താ വിചാരിക്കും? നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവരും വന്നേനെ. എന്ത് ചെയ്യാനാ, പാവം അവര് നേരത്തെ മരിച്ചു പോയില്ലെന്നൊക്കെ പറയണേ. ഇതെല്ലാം വിമൽ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അമ്മയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട്, മാഡം അങ്ങനെ തിരിയൊന്നും ചെയ്യരുത്, റിങ്കിൾസ് വരുന്നുള്ള കാര്യം പറയണേ. സാധാരണയായിട്ട് വരുന്ന കസ്റ്റമർ ആണെന്നുള്ള കാര്യം ഛത്രപതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേ ആന്റി എന്നുള്ള കാര്യം പറയുമ്പോൾ, ഞാന് ശ്രുതിയുടെ അമ്മായിമ്മയാണ്. നാളെ ഇവൾക്ക് താലി പിരിച്ച് കോർക്കൽ ചടങ്ങ് നടക്കാൻ വേണ്ടി പോവാണ്. ഇവളുടെ അച്ഛൻ നാളെ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. ഇവള് മലേഷ്യയിലെ വലിയ പണക്കാരി വീട്ടിലെ പെണ്ണാണ്. ഇവൾക്ക് അമ്മയില്ല, അസുഖം വന്ന് മരിച്ചു പോയതാണ്. ഇവളെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെടുന്നൊക്കെ ചന്ദ്രമതി വിമലയുടെ അടുത്താണ് പറയുന്നത്. എന്നാ അമ്മയില്ലാത്ത കുറവ് ഞാൻ അവളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇവളുടെ അമ്മയായിട്ട് ഇവളെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് വിമല പറയുന്നുണ്ട് കേട്ടോ, ഇവളെ ഭാഗ്യം ചെയ്തവളാണ്. എന്തായാലും നിങ്ങൾ അവളെ അമ്മയെ പോലെ നോക്കുന്നുണ്ടല്ലോ. പാവം ഇവളുടെ അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ദൈവം കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ടേ. വിമലയുടെ കണ്ണിന്ന് വെള്ളം വരുന്ന കാണുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ ഇതേ അവര് കരയുന്നു എന്നുള്ള കാര്യം. അയ്യോ ആന്റി, അത് കരയുന്നതല്ല, വെള്ളരിക്ക വെച്ചത് കൊണ്ട് വെള്ളം വരുന്നതെന്ന് പറയണേ. ശരി, എന്റെ കണ്ണിലും വെള്ളരിക്ക വെച്ചിട്ട് ഇവിടുന്ന് ഫേഷ്യൽ ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോൾ, വേണ്ട ആന്റി, ഇവിടുന്ന് ഒരുപാട് ടൈമാവും, ഞാൻ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാന്ന് പറയണേ. അതും ശരി തന്നെയാണ്. ശരി, നീ എന്തായാലും ജോലി നോക്ക്, വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കസ്റ്റമർ അടുത്ത് യാത്ര പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രമതി പോകുന്നത്. ചന്ദ്രമതി പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ബാഗിനകത്ത് എത്ര പണം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി വിമലയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ അവര് പറഞ്ഞതൊന്നും അമ്മ എന്ന് പറയുമ്പോഴേക്കും, ഇല്ല ഞാനൊന്നും വിചാരിക്കില്ല കല്യാണി. ശരി, ഞാൻ മുഖം കഴുകിയിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് മുഖമൊക്കെ കഴുകാണ് വിമല അവിടുന്ന് പോവുകയാണ്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ഫംഗ്ഷനാണ്. മഹിമയും അതുപോലെ മധുസൂദനും കൂടി ചേർന്ന് ഫംഗ്ഷനൊക്കെ ഗ്രാൻഡ് ആക്കാനുള്ള പരിപാടിയാണ്. ആ ഹോളാണ് കേട്ടോ കാണിക്കുന്നത്. വരുന്നവരെയൊക്കെ അവർ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. തുടർന്ന് മഹിമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മഹിമ അവർ വരാത്തത്? അവരവിടെ നിന്ന് ഇറങ്ങി എന്നുള്ള കാര്യം വർഷ പറഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ എത്തും.
അങ്ങനെ അവർ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും മധുസൂദൻ അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുവാണേ. ഏട്ടൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ രവിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കണമെന്ന് ചോദിക്കുകയാണേ. നമ്മുടെ വർഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ, ഇന്ന് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് മധുസൂദൻ അവിടെ പിടിച്ചു നിർത്തുവാണേ. മഹേഷിന്റെ കാറിലും അതുപോലെ സച്ചിയുടെ വണ്ടിയിലും കൂടെ ആയിട്ടാണ് കേട്ടോ എല്ലാവരും വന്നിറങ്ങുന്നത്. മണ്ഡപം കാണുമ്പോഴേക്കും നമ്മുടെ ഭാമയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, വലിയ മണ്ഡപമൊക്കെ ആണല്ലോ, ഈ താലി പിരിച്ച് കോർക്കൽ ഇത്രയും വലിയ ഫംഗ്ഷൻ ആക്കിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് വർഷയുടെ വീട്ടുകാർ അത്രയും വലിയ ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിന്റെ പൊങ്ങച്ചം കേൾക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, മതി മതി വാ എന്ന് പറഞ്ഞിട്ട് ആനയിച്ചു കൊണ്ടുപോവാണേ. മണ്ഡപം കാണുമ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, വലിയ മണ്ഡപമൊക്കെ ആണല്ലോ, എന്തായാലും ശ്രുതി നിന്റെ അച്ഛനും കൂടി വരുമ്പോൾ നമുക്കിത് ഗ്രാൻഡ് ആക്കാം എന്ന് പറയുകയാണേ. എപ്പോഴാണ് നിന്റെ അച്ഛൻ വരിക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അച്ഛൻ കുറച്ച് സമയത്തിനുള്ളിൽ ഫ്ലൈറ്റ് ലാൻഡ് ആവും, എന്നിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഉള്ളിലേക്ക് കയറുവാണ്. സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് മഹേഷിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ മഹേഷ് എന്തായാലും ഞാൻ പോട്ടെ, എപ്പോഴാ ഫംഗ്ഷൻ കഴിയാന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോൾ ഒരു പെണ്ണിന് താലി കോർക്കലാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ദിവസം വേണം, ഇതിപ്പോൾ രണ്ടായതുകൊണ്ട് രാത്രിയാവുന്നുണ്ടാവും എന്ന് പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല വന്ന ഉടനെ തന്നെ സച്ചേട്ടൻ തുടങ്ങിയോ എന്നുള്ള കാര്യം. ഞാനൊന്നും തുടങ്ങിയതല്ല, കാര്യം പറഞ്ഞെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചോന്ന് രേവതി. അയ്യോ മഹേഷേ എന്തായാലും നീ ചെല്ല് വേഗം എന്ന് പറഞ്ഞിട്ട് മഹേഷിന് അവിടുന്ന് പറഞ്ഞുവിടുകയാണ് സച്ചി. അങ്ങനെ സച്ചിയും കൂട്ടിയിട്ട് രേവതി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചിയുടെ വണ്ടി ഓഫ് ചെയ്തില്ലേ എന്നുള്ള കാര്യം പറയുകയാണേ. ആ ഓഫ് ചെയ്തു, നീ പോകുമ്പോഴല്ലേ സ്റ്റാർട്ട് ആവുള്ളൂ, അതെ അതുപോലെ തന്നെ നിങ്ങളുടെ വായയും അടച്ചു വെച്ചോണം, ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങളെ വായ തുറക്കാൻ പാടില്ല, അതുപോലെ ഓഫ് ചെയ്ത് വെച്ചോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ നീ കളിയാക്കിയതാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. ആ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് വരാം, നീ നടന്നോ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട, നിങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് വരൂ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് രേവതി. അങ്ങനെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദേഷ്യം പിടിച്ച് പോവാണ് കേട്ടോ സച്ചി. അപ്പോഴേക്കും എല്ലാവരും കൂടി ചേർന്നിട്ട് മണ്ഡപത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. മഹിമയുടെ അടുത്ത് ചെന്ന ഉടനെ തന്നെ ചന്ദ്രവതി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ലേറ്റ് ആയോ എന്നുള്ള കാര്യം. ഇല്ല ഇല്ല വരൂ എന്ന് പറയാണ്. അതിന്റെ ഇടയ്ക്ക് വാ രവി എന്ന് പറയണേ. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ, എന്തോ ഭയങ്കര ഗൗരവത്തോട് കൂടിയിട്ടാണ് മധുസൂദനൻ പറയുന്നത്. പക്ഷെ മഹിമയാണെങ്കിൽ ഒരു തട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുസൂദനെ ഇട്ടിട്ട്. വരൂ രവി എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പാണേ. അപ്പം നമസ്കാരം എന്ന മട്ടില് രവിയും തിരിച്ച് കൈകൂപ്പുന്നുണ്ട്. അത് കഴിഞ്ഞ് വിശേഷം സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് സുഖാണ്, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുമ്പോൾ സുഖാണെന്നുള്ള കാര്യം തിരിച്ചും പറയാണ്. വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, നിങ്ങളെയാണ് കാണാൻ പറ്റാതിരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എന്നുള്ള കാര്യം പറയായിരുന്നു കേട്ടോ മധുസൂദൻ. അതിനെന്താ ഇപ്പോൾ എന്തായാലും താലി പിരിച്ച് കോർക്കൽ ഇത്രയും വലിയ ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾ നടത്താൻ വേണ്ടി പോവല്ല, അതുമാത്രമല്ല വർഷയ്ക്ക് കൂടെ ശ്രുതിക്കും കൂടി ഇത് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ വലിയ മനസ്സാന്നൊക്കെ പറയുമ്പോഴേക്കും മധുസൂദനൻ അതിനെന്താ ഇപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് വലിയ ക്ഷണത്തോട് കൂടിയിട്ട് എല്ലാവരും വിളിച്ചു കയറ്റുന്നുണ്ട്. അങ്ങനെ മോളെ വർഷ എന്ന് പറഞ്ഞിട്ട് അത് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മഹിമേനെയും കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ വർഷ. അത് കഴിഞ്ഞ് ശ്രീകാന്തിനെ അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേരും. അങ്ങനെ അവരുടെ കൂടെയും കൂടി പോകുന്ന സമയത്താണ് നമ്മുടെ രേവതി പതിയെ നടക്ക് സച്ചിയേട്ട എന്ന് പറയുന്നത്. രേവതിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും മഹിമയും അതുപോലെ മധുസൂദനും അവിടെ നിൽക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഓടിച്ചാടിയിട്ടോ സ്റ്റെപ്പൊക്കെ കയറി വരുന്നത്. സച്ചി വന്ന ഉടനെ തന്നെ മധുസൂദനും അതുപോലെ മഹിമയ്ക്കൊക്കെ കൈകൂപ്പുന്നുണ്ട് കേട്ടോ. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. രേവതിയെ നോക്കിയിട്ടും പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി തലയാട്ടാണ്. അങ്ങനെ രണ്ടുപേരും ഉള്ളിലേക്ക് കയറി പോവാണേ. ഉള്ളിലേക്ക് കയറുമ്പോൾ മീര ശ്രുതി എത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നീ എപ്പോഴും മീര വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ വന്നു, എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ശ്രുതി. എല്ലാം ഓക്കെ ആണെന്ന് മീര. മണ്ഡപത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാവരും സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മഹിമ അങ്ങോട്ടേക്ക് വന്നിട്ട് പക്ഷേ നിനക്ക് റൂം റെഡി ആവാനുള്ളത് ഇതാ അവിടെയാന്ന് പറയാണേ. മഹിമേ അപ്പൊ ശ്രുതിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മോളില എന്ന് പറയാണ്. ചന്ദ്രമതി ശ്രുതിയെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ശ്രീകാന്തിന്റെ റൂമുള്ളതും കാണിച്ചു കൊടുക്കാനുണ്ടോ മഹിമ. വർഷ പോകുന്നതിന് മുമ്പായിട്ട് രേവതി ചേച്ചി വാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും മഹിമയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഒരുപാട് ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തിനാ വെറുതെ രേവതിയെ ബുദ്ധിമുട്ടിക്കുന്നത്, രേവതി അവിടെ ഇരിക്കി പോയിട്ട് എല്ലാവരും വിളിച്ചിരുത്തുന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ തന്നെ വർഷയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രേവതിയെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചത് രവിക്ക് ഒരു ചെറിയ സങ്കടം പോലെ ആകുമ്പോഴേക്കും രേവതി ആണെങ്കിൽ അച്ഛൻ വരും അച്ഛാ അവിടെ ഇരിക്കുക എന്ന് പറയണേ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് രവിയുടെ ഫോണിലേക്ക് അശോകൻ വിളിക്കുന്നുണ്ട്. അശോകൻ താഴെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്, പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. രേവതി സച്ചിയുടെ അടുത്ത് മുന്നിലിരിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും മിണ്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ആക്ഷൻ കാണിച്ചിട്ട് ഇത് അവിടെ പോയിരിക്കുക എന്നുള്ള രീതിയിൽ ബാക്കിൽ പോയി നിൽക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് കാണുന്നവരൊക്കെ കൈ കൂപ്പിയിട്ട് വണങ്ങിയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിരുന്നിട്ട് സച്ചി മിണ്ടുന്നൊന്നുമില്ല കേട്ടോ, ആക്ഷൻ കാണിക്കുകയാണ്. നീയല്ലേ മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് പറയുന്നുണ്ട്. അതേസമയം ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സച്ചി പുറകിൽ പോയിരിക്കുന്നത് കാണണേ. അല്ല എന്താ സച്ചിയേട്ടാ ഇവിടെ വന്നിരിക്കുന്നത്, ചേച്ചി സച്ചിയേട്ടനെ കൂട്ടിയിട്ട് മുമ്പ് പോയിരിക്കുന്നു പറയണേ. അയ്യോ വേണ്ടേ എന്നുള്ള മട്ടിൽ കൈ കൂപ്പിക്കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയണേ. അല്ല ചേച്ചി സച്ചിയേട്ടന് എന്താ പറ്റിയത്, ഒന്നും പറ്റിയിട്ടില്ല,
വരുന്നവരെയൊക്കെ സ്വീകരിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ പെട്ടെന്ന് ചെന്ന് റെഡിയാ നോക്കെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് മിണ്ടില്ലേ സച്ചിയേട്ട എന്നുള്ള കാര്യം. ഇല്ല എന്ന് പറയാണേ. പോടുതെന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട് രേവതി ദേഷ്യത്തോട് കൂടിയിട്ട്. പക്ഷേ സച്ചി ചിരിക്കുകയാണ്. അതേസമയം രവിയാണെന്നുണ്ടെങ്കിൽ അശോകനെ കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയല്ലോ. അശോകനെ കാണുന്നുണ്ട് കേട്ടോ. അശോകന്റെ വൈഫ് എന്താ വരാത്തെന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി ചോദിക്കുമ്പോൾ അവക്ക് തീരെ എന്തോ സുഖമില്ല എന്ന് പറയണേ. എപ്പം നോക്കിയാലും അവക്ക് ഓരോരോ അസുഖമാണല്ലോ എന്ന് രവിയും. അല്ല, മധുസൂദൻ എങ്ങനെ പണ്ടത്തെ പോലെ തന്നെയാണോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അശോകൻ ചോദിക്കുമ്പോൾ വരവേപ്പൊക്കെ ഭയങ്കര ഗംഭീരായിരുന്നു, പക്ഷേ അയാളെ കണ്ടു കഴിഞ്ഞാല് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല, വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് വന്നുകൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അശോകൻ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഫംഗ്ഷൻ നടത്തുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ രണ്ടുപേരും ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് മധുസൂദനാണെന്നുണ്ടെങ്കിൽ ഒരാളെയും കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ. അതിനടുത്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ആളിതാ അതാണ്, നീ ഇവിടെ ഇരിക്കും, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ വന്നിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ രവിയുടെ മേലേക്ക് ഇങ്ങനെ കാല് തട്ടുന്ന രീതിയിൽ കാല് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് മധുസൂദനൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. രവിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അയാൾ ചെയ്യുന്നത് കാണുമ്പോഴേക്ക് രവി അവിടെ നിന്ന് എണീക്കാണ്. അപ്പോഴേക്കും അശോകനും അത് കാണുന്നുണ്ട്. അയാളെന്താ നിന്റെ മേലേക്ക് ഷൂ ഇട്ടിട്ട് ആക്കുന്നെന്നുള്ള കാര്യം പറയുമ്പോൾ മധുസൂദനൻ മനഃപൂർവ്വം നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോരോ വഴികൾ ഒപ്പിക്കുന്നത്. ഇത് സച്ചി കണ്ടു കഴിഞ്ഞാൽ അവൻ ചുമ്മാ ഇരിക്കില്ല, വാ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊണ്ടുപോവാണ് കേട്ടോ. അതേസമയം ശ്രുതിയും അതുപോലെ മീരയും കൂടി റെഡിയാവാൻ വേണ്ടി റൂമിൽ ചെന്നിരിക്കുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുമ്പോൾ, എടി നീ എന്താ ഇരുന്ന് ഉറങ്ങുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. വേഗം റെഡിയാവാൻ വേണ്ടി നോക്ക്, ഇപ്പോ അതാണോ പ്രധാനം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫംഗ്ഷന് പിന്നെ അതല്ലേ പ്രധാനം. രേവതിയെ പോലെ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ ആയിട്ട് നടത്തേണ്ട ഈ കാര്യം വലിയ ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിട്ട് നടത്തിയിട്ട് ഇപ്പൊ എന്നെയും കൂടി കുടുക്കിയിരിക്കുകയാണ്. ഗ്രാൻഡ് ആയിട്ടല്ലേ നടത്തുന്നത്, പിന്നെ എന്താ നിനക്ക്? അതുകൊണ്ടാണ് എന്റെ അച്ഛനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് സുധിയുടെ അമ്മ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതിയിട്ട് നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ? വർഷയുടെ അമ്മയുടെ അച്ഛന്റെ ചെലവിൽ ഇത് തൽക്കാലം നടന്നു പോകുന്നു വിചാരിച്ചോ നീ? ഇതിന് പകരമായിട്ട് നിന്റെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫംഗ്ഷൻ നടത്താനും നിന്റെ അച്ഛൻ്റെ അടുത്ത് വരാനും കൂടി പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിനുള്ള ഫംഗ്ഷനുള്ള പണവും ഉണ്ടാവില്ലായിരുന്നു, നിന്റെ അച്ഛനും ഉണ്ടാവില്ലായിരുന്നു. നീ ശരിക്കും പെട്ടേനെ എന്നുള്ള കാര്യം പറയുമ്പോൾ ശരിക്കും ഞാൻ ഇപ്പോൾ പെട്ടിരിക്കുക തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ എന്റെ ആന്റി ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് നിന്റെ അച്ഛൻ എപ്പോഴാ വരിക എന്നുള്ള കാര്യം FM റേഡിയോ പോലെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് പുറത്ത് തട്ടുന്നുണ്ട് കേട്ടോ. മീര പറയുന്നുണ്ട്, നിന്റെ FM റേഡിയോ വരുന്നുണ്ട് അടിയെന്ന്. എന്നിട്ട് പോയിട്ട് കഥക് തുറന്നു കൊടുക്കുവാണേ. ചന്ദ്രമതി ഉള്ളിലേക്ക് വരുമ്പോ തന്നെ ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ ഇതുവരെ റെഡിയായില്ലേ എന്നുള്ള കാര്യം കേട്ടോ. ദാ ആന്റി ഇപ്പൊ റെഡിയാവെന്ന് പറയുമ്പോ, എന്താ മീരെ നീയാണോ അവളടുത്ത് വെറുതെ സംസാരിച്ചുകൊണ്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോലും അനുവദിക്കാത്ത എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഞാൻ അതിനവളെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ, അവൾക്ക് ഡ്രസ് ചെയ്താൽ ഒറ്റയ്ക്ക് ചെയ്താൽ പോരെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മീര. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, വേഗം തന്നെ റെഡിയാവ്, ഫംഗ്ഷൻ ആരംഭിക്കാനായി എന്ന് പറയണേ. ആന്റി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഇനി ജസ്റ്റ് സാരി എടുക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ, അതിനു വേണ്ട സമയം പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. ആ ശരിയാണല്ലോ, സമയം ആവാറായി. എന്നിട്ട് ഇതുവരെ അവരെ കണ്ടില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, വർഷയുടെ അച്ഛനും പുറത്തില്ല എന്നുള്ള കാര്യം ചോദിക്കണേ. ഞാൻ അവരെ കുറിച്ചാണോ പറഞ്ഞത്? ഓ മലേഷ്യയിലെ ശ്രുതിയുടെ അച്ഛനെ കുറിച്ചാണോ പറയുന്നത്? ശ്രുതി എപ്പോഴാ നിന്റെ അച്ഛൻ വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അച്ഛൻ എയർപോർട്ടിൽ നിന്ന് കയറുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടാവും, വരുന്നുള്ള കാര്യം പറയാണേ. നീ എന്താ ശ്രുതി ഇത്, നീ ഫ്ലൈറ്റ് കയറി ഇറങ്ങി എന്നൊക്കെ പറയുന്നത്, ഇതുവരെ കൺമുമ്പിൽ വന്നില്ലല്ലോ. അപ്പോഴേക്ക് ഭാമ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ചന്ദ്രേ മലേഷ്യ എന്ന് പറയുന്നത് വീടിന്റെ അടുത്തായിട്ടാണോ, ഉടനെ തന്നെ വന്ന് നിൽക്കാൻ വേണ്ടി പറ്റുമോ, കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്ക് മീരയും പറയുന്നുണ്ട് കേട്ടോ, ആന്റി അവള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത്, ലൊക്കേഷനും അയച്ചിട്ടുണ്ട്, ഉടനെ തന്നെ വരൂ. ശരി കല്യാണത്തിനോ കണ്ടില്ല, എന്തായാലും ഈ ഫംഗ്ഷന് നമ്മൾ തന്നെ എല്ലാത്തിനും ഏർപ്പാട് ചെയ്യേണ്ടി വന്നു. നിന്റെ അച്ഛൻ എന്താ ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാണ്ടായി പോയെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അപ്പോഴേക്കും ഭാമ, ശരിയാണ്, ഇത്രയൊക്കെ സമ്പാദിച്ചിട്ട് എന്താ കാര്യം? സ്വന്തം മോളുടെ മേലെന്ന് പറയുമ്പോഴേക്കും അങ്ങനെ സമ്പാദിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ മോളുടെ മേലും സ്നേഹമൊക്കെ വേണമെന്ന് ചന്ദ്രമതി. ഇപ്പൊ വരെ അവര് സമ്പാദിച്ചതൊക്കെ ശ്രുതിക്കുള്ളതല്ലേ, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രുതിയും അതുപോലെ സുധിയും നന്നായിട്ട് ജീവിക്കില്ലായിരുന്നു. വരട്ടെ, എല്ലാം ഇന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയണേ ചന്ദ്രൻ. അങ്ങനെ ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി ഭയങ്കര സങ്കടത്തോടു കൂടി മീരയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പൊ അവര് ഫ്ലൈറ്റ് ഇറങ്ങി കാണുമല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, ഇല്ല ആന്റി കുറച്ചും കൂടി ടൈം ഉണ്ടെന്ന് പറയണേ, പക്ഷെ നമുക്ക് ടൈമില്ലല്ലോ, എന്തായാലും നീ ഫോൺ ചെയ്ത് നോക്കുമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ആദ്യം ശ്രുതി ഒന്ന് പരുങ്ങുന്നുണ്ടെങ്കിലും ആ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മീര, നീ നിന്റെ അച്ഛനെയാണോ വിളിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കണേ. പിന്നെ അവൾ ആരോ വിളിക്കാനാണെന്ന് ചന്ദ്രമതി. അങ്ങനെ ഫോൺ എടുത്തിട്ട് വിളിക്കുന്നുണ്ടോ ശ്രുതി. ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് കേട്ടോ, നോട്ട് റീച്ചബിൾ ആയി എന്നുള്ള കാര്യം, ഫ്ലൈറ്റ് ഇതുവരെ ലാൻഡ് ആയിട്ടില്ല എന്നുള്ള കാര്യം തോന്നുന്നെന്ന് പറയുമ്പോഴേക്കും ഭാമ, നമ്മുടെ നാട്ടില്
ബസ്സും ട്രെയിനും വരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഫ്ലൈറ്റ് നേരത്തിന് വരുമോ? എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും, നമുക്ക് പോയിട്ട് വരാം. ശ്രുതി അപ്പത്തേക്ക് റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ബാമ കൂട്ടിയിട്ട് പോകാൻ നോക്കാണ് കേട്ടോ ചന്ദ്രയെ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ബാ ബാമ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ്. ചന്ദ്ര പോയി കഴിഞ്ഞതിന് ശേഷം മീര പറയുന്നുണ്ട് കേട്ടോ, എടി നീ പറയുന്നത് സത്യം തന്നെയാണല്ലോ, നിന്റെ ആന്റി പണ്ട് ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ, നിന്റെ അടുത്ത് തന്നെ ഇത്രയും ദേഷ്യത്തോടു കൂടിയാണല്ലോ സംസാരിക്കുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മേലുള്ള മര്യാദ ഡ്രസ്സിലെ കളർ പോകുന്നത് പോലെ കുറച്ചുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛൻ വരുന്നതും പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ, ഇന്ന് മണ്ഡപത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അവർ ഈ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ എന്നെ ഒരു വഴിയാക്കും. പറഞ്ഞതുപോലെ തന്നെ എല്ലാം റെഡിയാണ്. സച്ചി വന്നിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നീ തന്നെ പോയി നോക്കുന്ന പറയണേ. അങ്ങനെ മീര പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് സച്ചിയും അതുപോലെ രേവതിയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ ഇരിപ്പ് കാണുമ്പോഴേക്കും ഉള്ളിലേക്ക് വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് മീര ചോദിക്കുന്നുണ്ട്, അല്ല സച്ചി എന്താ ഇത്രയും ഭവ്യതയോടു കൂടി ഇരിക്കുന്നത്? ആ രേവതി എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക. പക്ഷെ അവന് ട്രിഗർ ആയിട്ട് നമ്മള് പിരികേറ്റി വിടണം. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്, ആള് പുറത്തുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആ ബീരാനെ പോലെ ഇയാൾ ഓവറായിട്ട് നടിക്കില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലടി, അയാള് നന്നായിട്ട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളൂ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അയാൾ വന്നിട്ട് ഉറപ്പായിട്ടും സച്ചിയെ കുടിപ്പിച്ചോളൂ. കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം മാറില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുടിച്ചു കഴിഞ്ഞാലാണ് അവന്റെ സ്വരൂപം പുറത്തേക്ക് വരിക. എന്നെ ഒരു തവണ അങ്ങനെയാണ് അടിച്ചത്, ബോധമില്ലാതെ അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയില്ല. ആ സച്ചിയെ പുറത്ത് കൊണ്ടുവന്നാൽ മതി, ഉറപ്പായിട്ടും കൊണ്ടുവരും. ഞാൻ പറഞ്ഞിരിക്കുന്ന ആളുണ്ടല്ലോ, അയാള് സച്ചിയുടെ വിശ്വരൂപം പുറത്ത് കൊണ്ടുവരും. ശരി, സമയമാവുന്നു, നിന്റെ ആൾ എപ്പോഴാ വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ തന്നെ ഒരു കുടിയനാണ്, അവനെയൊക്കെ എന്റെ ആളെന്ന് എന്തിനാ പറയുന്നത്? അയാൾ ഇപ്പൊ വരും എന്നുള്ള കാര്യം പറയണേ. ഇത് കേട്ടുകൊണ്ടാണ് സുധി റൂമിലേക്ക് കയറി വരുന്നത്. ആര് വരുന്ന കാര്യത്തെക്കുറിച്ചാണെന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആദ്യം ബബ്ബ പഠിക്കുന്നുണ്ട്. പക്ഷെ മീര പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇതാ അവരിപ്പോ എത്തുന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലല്ലോ, നീ അവൻ വരും എന്നുള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് സുധി കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലോ എന്ന് ആദ്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവർ വരും എന്നുള്ള കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. സുധിയുടെ ചെവിയുടെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് മീര അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല സുധി, നീ ഇതുവരെ റെഡി ആയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതാ ഞാന് റെഡി ആയിട്ടുണ്ട്, ഞാൻ ബാഗിനകത്തൊരു സാധനം എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതേസമയം മഹിമയും അതുപോലെ മധുസൂദനും കൂടി ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും നിൽക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. മഹിമയുടെ മുഖം കാണുന്ന സമയത്ത് മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, അല്ല മഹിമ നീ എന്താ ഭയങ്കര ടെൻഷൻ അടിക്കുന്നത്? അല്ല ഫംഗ്ഷന് ഞാൻ ചിലരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന് എല്ലാവരും വന്നല്ലോ. അങ്ങനെയല്ല, വേറെ 2 പേരെ നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് സച്ചി ആരെങ്കിലും കൈനീട്ടി അടിക്കണം. അങ്ങനെ നമ്മുടെ റിലേഷനെ അടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കണം. അവന്റെ കുടുംബത്തിൽ തന്നെ അവന്റെ മേൽ വെറുപ്പുണ്ടാക്കണം. അത് വെച്ചിട്ട് നമ്മള് വർഷയും ശ്രീകാന്തിനെയും നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. പ്ലാനൊക്കെ നന്നായിട്ടുണ്ട്, ശരിക്കും നടക്കുമോ എന്നുള്ള മധുസൂദനം ചോദിക്കുമ്പോൾ എല്ലാം നടക്കും, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാണേ മഹിമ. രേവതിക്കാണെന്നുണ്ടെങ്കിൽ സച്ചിന്റെ അരികിൽ ഇരുന്നിട്ട് ബോറടിക്കാണ് കേട്ടോ. നിങ്ങൾ മിണ്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ജ്യൂസായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. ജ്യൂസ് മേടിച്ച് തരട്ടെ? വേണ്ട എന്ന് തലയാട്ടുന്നുണ്ട്. വെള്ളെങ്കിലും മേടിച്ചു തരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൈകൂപ്പിയിട്ട് വേണ്ട എന്ന് പറയണേ സച്ചി. ഇതുപോലെ നിങ്ങൾ വാ തുറന്ന് പറയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കാൻ കേട്ടോ രേവതിയുടെ അടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. സച്ചി സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തലയാട്ടിയിട്ട് ആന്ന് പറയുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ട്, അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ കൈ നീട്ടി കാണിക്കുവാണേ. അല്ല എന്താ സച്ചി, നീ എപ്പോഴും വളവളന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ, എന്നിട്ട് എന്താ കൈ നീട്ടി ആക്ഷൻ കാണിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും കൈകൂപ്പുവാണേ. ശരി ശരി എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ പോവാന്ന് പറയുമ്പോൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം ഓക്കെ അല്ലേ എന്നുള്ള മട്ടില് സച്ചി ആക്ഷൻ കാണിക്കുമ്പോൾ ഇതെല്ലാം ഓക്കെയാണ്, അപ്പൊ വാ തുറന്ന് നിങ്ങൾ സംസാരിക്കില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ് സച്ചി. അങ്ങനെ രേവതി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സച്ചിയുടെ കാലിനൊരു നുള്ളു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേദന സഹിക്കാൻ വയ്യാണ്ട് വാ തുറന്ന് പുറത്തേക്കൊരു സൗണ്ട് ഒന്നും വരുന്നില്ല കേട്ടോ. ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട്, ഒരു മുരങ്ങല് മാത്രം. അപ്പോഴേക്കും പുറകിലേക്ക് ചേച്ചിമാര് നോക്കുന്നുണ്ട്. ഒന്നുമില്ല എന്നുള്ള രീതിയിൽ സച്ചി കൈകൂപ്പുന്നുണ്ട് കേട്ടോ. അവര് നമസ്കാരമൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് രേവതി സോറി എന്ന് പറയുന്നുണ്ട്. ചുമ്മാ ചെക്ക് ചെയ്തതാണ്, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞ പോലെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം പറയണേ രേവതി ആണെന്നുണ്ടെങ്കിൽ ആ നുള്ള സ്ഥലത്ത് ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ ദേഷ്യത്തോടു കൂടി സച്ചി. തുടർന്ന് വർഷയാണെന്നുണ്ടെങ്കിൽ റെഡി ആവുന്ന സമയത്ത് ഒരുപാട് കേറ്റണ്ട ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഷോപ്പിലെ ബൊമ്മയെ പോലെ ഉണ്ട് കാണാൻ ഇപ്പോൾ എന്നുള്ള കാര്യം പറയണേ. എന്തിനാ ഇത്രയും ജ്വല്ലറി കിടുന്നുള്ള കാര്യം മനസ്സിലാവില്ല എന്നൊക്കെ വർഷ പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, നിന്റെ അമ്മ ആഗ്രഹിച്ചതല്ലേ, അതുകൊണ്ട് എല്ലാ ജ്വല്ലറി നീ ഇട്ടോ. അത് മാത്രമല്ലല്ലോ, ഇന്ന് നിന്റെ ഫംഗ്ഷൻ മാത്രമല്ലല്ലോ നടക്കുന്നത്, നിന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യന്റെ കൂടി ഇല്ലേ, അതിനെന്താന്ന് വർഷ ചോദിക്കുമ്പോൾ
ആളുകൾ എല്ലാവരും ആരാ കൂടുതൽ സ്വർണ്ണം ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാവും നോക്കുക. നീ കൂടുതൽ സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാൽ നിനക്കത് പെരുമയില്ലെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതിൽ എന്ത് പെരുമ, ഇതെന്താ റാങ്കിങ്ങോ അല്ല എന്നുള്ള കാര്യമാണോ, നിന്റെ വീട്ടിലെല്ലാവരും ശ്രദ്ധിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്കതൊന്നും കെയർ അല്ല. ഇത്രയും ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് കുറച്ചു നേരം നിൽക്കുക എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റർബൻസ് ആണെന്നറിയോ. പക്ഷേ എന്നും ഇതേപോലെ നിനക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിന്റെ അടുത്ത വളകാപ്പിന് മാത്രമേ നിനക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റൂ. എന്താടി 8 മാസം കഴിയുമ്പോൾ വരുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതോ അതിനു മുമ്പ് ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മറച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫ്രണ്ട്സ് കളിയാക്കുമ്പോൾ എന്താ ജോക്കാണോ, അങ്ങനെയൊന്നും ഇല്ല എന്ന് വർഷ പറയുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് ലേറ്റ് ആവും എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് ശ്രീകാന്ത് കയറി വരുന്നത്. എത്ര ലേറ്റ് ആവും എന്നുള്ള കാര്യം പറഞ്ഞാൽ ഞാനും വെയിറ്റ് ചെയ്യാന്ന് പറയണേ ശ്രീകാന്ത്. എനിക്ക് മനസ്സിലാവുന്നു, ഞാനെന്താ സാധനം എന്തെങ്കിലും വിൽക്കുകയാണോ ചെയ്യുന്നത്, ഡെലിവറി ഡേറ്റ് ഒക്കെ കേൾക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നത്, ചുമ്മാ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇത്രയും ക്രൗഡഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല. ഓ ഞങ്ങളാണോ ക്രൗഡഡ് എന്നുള്ള കാര്യം എല്ലാവരും കൂടി ചേർന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് പറയണേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ വർഷ ചോദിക്കും. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് അവിടുന്ന് പോവാണ്. അവർ പോയി കഴിഞ്ഞ ശേഷം ശ്രീകാന്ത് വേഗം വന്നിട്ട് ചെയറിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വർഷയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് വർഷ ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണേ. ഓഹോ അപ്പൊ ഇത്രയും നാളെ സൂപ്പർ അല്ലായിരുന്നു, അങ്ങനെ തോന്നിയില്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കും. നീ ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. സാരി ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് നീ സൂപ്പർ ആയിട്ടുണ്ട്. ആഭരണങ്ങൾ ഇട്ടാൽ മാത്രമാണോ പെൺകുട്ടി സുന്ദരിയായിട്ട് ഇരിക്കുക, ഒരു ഒബ്ജക്റ്റിനെ പോലെയാണ് കാണുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ നീ സുന്ദരിയായിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. ഒരു പെണ്ണിന്റെ അഴക് എന്ന് പറയുന്നത് പുറമേ കാണുന്നതല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രീകാന്ത്. അമ്മ പറഞ്ഞത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഒരു ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് ഞാൻ അവിടെ വന്നിരുന്നേനെ. നീ പറഞ്ഞതുപോലെ ചെയ്യുന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, എന്തിനാ ഇത്രയും ജ്വല്ലറി ഒക്കെ ഇട്ടത്, ഇതിട്ട് പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിന്നെ ആരെങ്കിലും കൊണ്ടുപോകുന്നുള്ള കാര്യമാണ് എനിക്ക് ഭയം. അതോർത്തിട്ട് നീ ഭയപ്പെടേണ്ട എന്ന് വർഷ പറയാണ്. അത് ശരി തന്നെയാണ്, അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാലും സഹിക്കാൻ വയ്യാതെ അവസാനം ഇവിടെ തന്നെ തിരികെ കൊണ്ടുവിട്ടോളൂ. ഓ അപ്പൊ അത്രയും ടോർച്ചറാണോ ഞാനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചുമ്മാ പറഞ്ഞതാന്ന് ശ്രീകാന്ത്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ എന്തോ കണ്ടതുപോലെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ ആ കവിളത്ത് ഒരു മാർക്ക് ഉണ്ടെന്ന് പറയണേ. എവിടെയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് വർഷ. വാ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മിററിന്റെ മുമ്പിൽ കൊണ്ടുപോയിക്കൊണ്ട് വർഷ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ ഇപ്പുറത്താ എന്ന് പറഞ്ഞിട്ട് കവിളത്ത് ഉമ്മ കൊടുക്കുവാണേ. ഇന്നെന്താ ശ്രീകാന്ത് ഓവർ റൊമാൻസ് മോഡിലാണല്ലോ ഉള്ളത്, എന്താ റൊമാൻസ് ആയിക്കൂടെ? വീട്ടില് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 അടി തള്ളിയിട്ടേ നിൽക്കുള്ളൂ. എന്താ ഇവിടെ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, നിനക്ക് നാണാവുന്നുണ്ടോ? എനിക്ക് എന്ത് നാണം, നിന്നേക്കാൾ ബെറ്റർ ആണ് റൊമാൻസിന്റെ കാര്യത്തിൽ ഞാനെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണേ. എന്നാ നോക്കിയാലോ ഒന്ന് ശ്രീകാന്ത് കേട്ടോ. അപ്പോഴേക്കും മഹിമ പുറത്ത് വന്നിട്ട് വർഷ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതേ അമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. എന്നാ വിടില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കുകയാണ് ശ്രീകാന്തിനെ വർഷ. അപ്പോഴേക്കും കഥക് തുറന്നിട്ട് മഹിമ വരുന്നുണ്ട് കേട്ടോ. അയ്യോ ശ്രീകാന്ത് ഇവിടെ ഉള്ളത് അറിയാണ്ട് വന്നു പോയതാന്ന് പറയുമ്പോൾ ഇല്ല ആന്റി ഞാൻ കോമ്പ് ചീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി വന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആയി പോവാണ്. അപ്പോഴേക്കും വർഷ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. തുടർന്ന് മഹിമ കുറച്ചും കൂടി ജ്വല്ലറി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മേ ഇതെന്താ വേറെയും ജ്വല്ലറി, ഇത് തന്നെ ഇട്ടിട്ട് എനിക്ക് വെയിറ്റ് സഹിക്കാൻ പറ്റുന്നില്ല, അതിനെന്താടി കുറച്ചു നേരത്തേക്കല്ലേ ഇതും കൂടി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഇടിപ്പിക്കുകയാണ്. അങ്ങനെ മാല ഇട്ട് കൊടുക്കുമ്പോൾ അമ്മ കഴുത്ത് വേദനിക്കുന്നു, മതി അമ്മ എന്നൊക്കെ പറയുമ്പോൾ മിണ്ടാതിരിക്കടി എന്ന് പറയുകയാണെ. നമ്മുടെ ഫാമിലിയുടെ സ്റ്റാറ്റസ് എന്താന്നുള്ള കാര്യം നിനക്കറിയില്ല, പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളവർക്ക് അറിയുന്നത്? നീ കല്യാണം കഴിഞ്ഞ് പോയടുത്ത് അവിടുത്തെ ആൾക്കാരെ പോലെ വിചാരിക്കരുത്. മഹിമയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും വർഷയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അവസാനം മഹിമ പറയുന്നത് കല്യാണമേ നീ ഞങ്ങളെ അറിയിക്കാണ്ട് കഴിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മേ ഇനി ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയണ്ട, ശരി അമ്മ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്യാം എന്നുള്ള കാര്യം പറയുകയാണെ. അമ്മ ചെല്ലെന്ന് പറയുമ്പോൾ ശ്രുതിക്കാണ് ആദ്യം ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കരുതിയിട്ട് നീ റെഡി ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹിമ പോകുന്നത്. അങ്ങനെ മഹിമ കൊടുത്ത ഡ്രസ് ജ്വല്ലറി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വർഷ. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. മീര അങ്ങോട്ടേക്ക് ചെന്നിട്ട് എടി ഈ സാരി നല്ല കളറാണ്, നിനക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ കല്യാണ പെണ്ണിനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ നടന്ന കല്യാണം ക്യാൻസൽ ആവുമോ എന്നുള്ള ഭയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എടി ഇതുപോലത്തെ ഫംഗ്ഷനൊക്കെ അല്ലേ നമുക്ക് തന്നെ റെഡി ആവാൻ വേണ്ടി പറ്റുള്ളൂ, അപ്പോൾ നമ്മളെ തന്നെ സുന്ദരിയാക്കി വെക്കണം. നീ നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കവിളത്ത് പിടിക്കുകയാണ്. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എന്നുള്ള കാര്യം പറയണേ. അവിടെ വർഷയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വർഷയും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നിന്നെ പോലെ അവള് സുന്ദരിയായിട്ടുണ്ട്. പക്ഷെ നിന്നേക്കാൾ കൂടുതൽ സ്വർണ്ണം അവൾ കഴുത്തിലും കാലിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിക്ക് വീണ്ടും ടെൻഷൻ ആവുകയാണ്. കേരള സ്റ്റൈലില് നല്ല ട്രഡീഷണൽ ലുക്കിൽ അവള് സുന്ദരിയായിട്ടുണ്ടെന്ന് പറയാം. അവളെ കണ്ടു കഴിഞ്ഞാല് സ്വർണ്ണക്കടയിൽ പരസ്യത്തിൽ നിൽക്കുന്നത് പോലെയുണ്ട്. അവളെ കണ്ട നിന്റെ ആന്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നേരെ സ്റ്റെയറിംഗ് നിന്റെ പക്ഷത്തേക്ക് തിരിക്കും. ആണല്ലേടി എന്നുള്ള കാര്യം പറയാൻ കേട്ടോ നമ്മുടെ ശ്രുതിയും.
ഞാൻ കുറച്ച് സ്വർണം മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശരി തന്നെയാണ്, നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയോ ഇവിടെ വന്ന് കൊണ്ടുവന്ന് തള്ളുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആണല്ലേ, പക്ഷേ അടുത്ത പ്രാവശ്യം അച്ഛനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നിരിക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ശ്രുതി പറയുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, എന്തായാലും നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ, നല്ല സൂപ്പർ മെനു എന്ന് പറയണേ. എടി, അയാൾ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയാളിപ്പോൾ വരും, ബാർ തുറക്കാൻ വേണ്ടി ലേറ്റായി, എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. മീര ഫോൺ ചെയ്തിട്ട് അയാളടുത്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതാ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളടുത്ത് എപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞതാണ് മാഡം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഒരാളെ കുടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ബ്രാൻഡ് ഏതാന്നുള്ള കാര്യം അറിയണം. അത് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാൻഡ്സിലും ഓരോരോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ പണത്തിന്റെ കാര്യം, നിങ്ങൾ പണം തന്നതൊക്കെ അതിൽ തന്നെ ചെലവായി, ഒന്ന് നോക്കി കണ്ടൊക്കെ ചെയ്യണേന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അയാളെ കുടിപ്പിച്ച് കിടത്തേണ്ട കാര്യം ഞാൻ ഏറ്റു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞിട്ട് മീര ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുമല്ലോടി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് നടക്കൊടി, കുടിക്കാത്ത ആളെ കുടിപ്പിക്കാനാണ് പ്രശ്നം. എന്നാൽ സച്ചി ഫുൾ കുടിയനല്ലേ, അതുകൊണ്ട് മണം അടിക്കുമ്പോൾ തന്നെ അതിന്റെ പുറകെ പോയിക്കോളൂന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ പെട്ടുപോകും. അന്ന് പേര് മാറ്റിയത് അറിഞ്ഞപ്പോ തന്നെ ആന്റി എന്നെ എണ്ണയിലിട്ട് പൊരിച്ചതാണ്. ഇനി എന്റെ അച്ഛൻ വരുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞാലുണ്ടല്ലോ അതോടുകൂടി തീരും. ഞാൻ ശരിക്കും പെടും എന്നുള്ള കാര്യം പറയണേ. പിന്നെ എന്ന് പറയുമ്പോഴേക്കും നിന്നെ നൂഡിൽസ് പോലെ പൊരിച്ചെടുത്ത് വറക്കും, അത്ര തന്നെ. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഏർപ്പെടുത്തിയ ആള് എല്ലാം ശരിയായിട്ട് ചെയ്തോളൂന്ന് പറയണേ. ഇപ്പൊ മാത്രം നിന്റെ ആളാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ പറഞ്ഞ് എന്റെ വായിലിപ്പോ അത് കയറിപ്പെട്ടിട്ടുണ്ട്, നീ നിന്റെ പണി നോക്കി എന്ന് പറഞ്ഞിട്ട് മീര അവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് സച്ചിൻ രേവതി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ സച്ചിക്ക് അരികിലേക്ക് ഒരാൾ വന്നിട്ട്, സച്ചി നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തലട്ടാണേ. അല്ല സച്ചി, നീ എന്താ ഒന്നും മിണ്ടാത്തേ? അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ചേട്ടാ ഇന്ന് അവര് ആരടുത്തും സംസാരിക്കില്ല. അതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് മൗനവ്രതത്തിലാണ്, ഈ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നേർച്ച നടന്നതെന്ന് പറയണേ. ഓ ആണല്ലേ, ശരി ശരി എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രേവതി ചിരിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് നല്ല ജോളിയായിട്ട് തോന്നുന്നുണ്ടല്ലേ? ഞാനാണ് ശരിക്കും പെട്ടിരിക്കുന്നത്. മാസത്തിൽ ഒരു ദിവസം മിണ്ടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് മനസ്സിന് നല്ല സുഖം കിട്ടുന്ന ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു മാസം മൊത്തം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ സുഖമായിരിക്കുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാണ് രേവതി. അങ്ങനെ സച്ചി രേവതി അവിടെ ഇരിക്കുന്ന സമയത്താണ് മഹിമയാണെന്നുണ്ടെങ്കിൽ തുളസിമാലയായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോഴേക്കും അവിടെ നിന്ന് ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല പൂമാലയല്ലേ ഇടുക, തുളസിമാലയല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ വഴക്കംപടി തുളസിമാല ഇടാറ്, എന്നിട്ടാണ് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ ഉണ്ട് ചന്ദ്രമതി പൂമാലയായിട്ട് വരുന്നത് കേട്ടോ. അവരെന്തായാലും മാല വാങ്ങിക്കാണില്ലേ, പിന്നെ നീ എന്തിനാ മാല മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരുടെ വഴക്കത്തെ കുറിച്ചൊന്നും നമുക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനൊരു മാല മേടിച്ചെന്നുള്ള കാര്യം പാമ. അങ്ങനെ ഇവരുടെ രണ്ടാന്റെ സംസാരം കേട്ടിട്ട് സച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പിച്ച രീതി ആയല്ലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഓരോരോ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചേട്ടാ നിങ്ങളെന്താ കാറ്റിൽ പടം വരച്ചുകൊണ്ടിരിക്കുന്നത്? നീ ശ്രദ്ധിച്ചോ, ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളെന്താ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോവാണെന്ന് രേവതി. മാല ഇടുന്ന കാര്യത്തിലാണ് രേവതി. നീ ശ്രദ്ധിച്ചില്ലേ, വർഷയുടെ അമ്മ തുളസിമാല ഇടാൻ വേണ്ടി പോകുന്നു പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാ എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ മറ്റേ മാല കൊണ്ടുപോകുന്നത് നീ കണ്ടില്ലേ? അതിനിപ്പോ എന്താന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യത്തില് എന്റെ പക്ഷത്തോ നിന്റെ പക്ഷത്തോ എന്ന് മട്ടില് അടിയുണ്ടാക്കും. ഇപ്പൊ എന്ത് മാല ഇടാൻ വേണ്ടി പോകുന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് നീ നോക്കിയോ എന്ന് സച്ചി പറയണേ. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അവരത് സംസാരിച്ച് ശരിയാക്കിക്കൊള്ളുന്ന രേവതി. നിനക്ക് എന്റെ അമ്മയെ കുറിച്ചിട്ട് ശരിക്കും അറിയില്ല. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ ഭൂകമ്പം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോഴേക്കും മുമ്പിലിരിക്കുന്ന ചേച്ചിമാര് ഭൂകമ്പോ എന്ന് പറഞ്ഞിട്ട് എണീക്കുകയാണ്. ചേച്ചിമാര് ഇരിക്കെ അതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് രേവതി അവരെ ഇരുത്തുക. കണ്ടില്ലേ, സച്ചിയുടെ വായ തൊന്നാൽ തന്നെ പ്രശ്നം വരാൻ വേണ്ടി പോകുന്നെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ മിണ്ടുന്നില്ല എന്ന് മട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ മതി, വീട്ടിലേക്ക് പോകുന്നത് വരെ നിങ്ങൾ മൗനമതം ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ശരി, പക്ഷേ മുകളിൽ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം നീ നോക്കിക്കോ. അങ്ങനെ മഹിമ ആദ്യം വർഷയ്ക്ക് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ ചെയ്യുന്നത്. നീ റെഡിയായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാവ്. വരുന്ന സമയത്ത് ഈ മാല ഇടണമെന്ന് പറയണേ. അമ്മ അത് മണ്ഡപത്തിൽ വെച്ചിട്ട് ഇട്ടാ പോരെന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല, ഈ മാല ഇട്ടിട്ടാണ് വരേണ്ടത്. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. വർഷേ ഈ മാല ഇടെന്ന് പറയുമ്പോഴേക്കും അയ്യോ ഈ മാലയാണ് അവൾ ഇടേണ്ടതെന്ന് പറയുന്നുണ്ടേ. അയ്യോ ഇതിനകത്ത് പൂവൊന്നും കാണുന്നില്ലല്ലോ, വേറെ ഇല മാത്രമല്ലേ ഉള്ളെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഇത് തുളസിമാലയാണ്, ഇത് ഞങ്ങളുടെ ആചാരപ്രകാരം തുളസിമാലയാണ് ഇടേണ്ടതെന്നുള്ള കാര്യം മഹിമ പറയുമ്പോൾ വർഷ എന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണായി, അതുകൊണ്ട് ഞങ്ങളെ വീട്ടിലെ ആചാരപ്രകാരം വേണം എന്താണ് അവൾ മാല ഇടാനെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ആ മാല നീട്ടുവാണ്.
ഇത് വർഷേ ഇത് ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ വേറെ വീട്ടിലേക്ക് പോയാലും സ്വന്തം വീട്ടിലെ പഴക്കങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി പറ്റുമെന്ന് മഹിമ. ഞങ്ങളുടെ കുടുംബത്തിന് മര്യാദയുണ്ട്, പാരമ്പര്യമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കും പാരമ്പര്യമൊക്കെ ഉണ്ട്. അമ്മേ നിങ്ങൾ എന്തായി പറയുന്നത്? പാരമ്പര്യം എന്നൊന്നും പറഞ്ഞിട്ട് വർഷയ്ക്ക് മനസ്സിലാവുന്നില്ലേ? നീ മിണ്ടാതിരിക്കടി, ഈ മാല ഇടെന്ന് പറഞ്ഞിട്ട് മഹിമ നീട്ടുമ്പോ വേണ്ട വർഷേ ഈ മാല ഇട്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മാല നീട്ടുക. ഇനി അങ്ങോട്ട് നിങ്ങളുടെ വീട്ടിലല്ലേ അവൾ നിൽക്കാൻ വേണ്ടി പോകുന്നത്? ഇന്നൊരു ദിവസത്തേക്ക് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഈ ഒരു ദിവസത്തെ കാര്യമൊന്നും വേണ്ട, ഇവള് ഞങ്ങളുടെ ഇതിനനുസരിച്ച് തന്നെ നിന്നാൽ മതി എന്ന് ചന്ദ്ര. ഞങ്ങളുടെ വഴക്കം പോലെ തന്നെ നടക്കണം. വർഷ ഈ മാല ഇടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയും, അതുപോലെ തന്നെ വർഷ ഈ മാല ഇടെന്ന് പറഞ്ഞിട്ട് മഹിമയും. വർഷ നമ്മുടെ കുടുംബത്തിന് ആചാരമുണ്ട്, അതുകൊണ്ട് ആചാരമൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മഹിമ നാല് നീട്ടു. മഹിമ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് നിങ്ങളെന്താ മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? വർഷ ഈ മാല നീ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര. സ്വന്തക്കാരൊക്കെ ഞങ്ങളോട് ചോദിക്കും, അപ്പോ ഞങ്ങളുടെ സ്വന്തക്കാർ ചോദിക്കില്ല എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് മഹിമ വർഷ ഇത് മേടിക്കും. അങ്ങനെ ഇതാ ഇടണ്ടെന്ന് ചന്ദ്രമതിയും അതുപോലെ മഹിമയാണെങ്കിൽ ഇതാ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അടിയാവുന്ന രീതി ആവാണ്. സച്ചി പറഞ്ഞതുപോലെ തന്നെ അടുത്ത പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോവാണ്. സച്ചിയെ വെച്ചിങ്ങണ്ട് നമ്മുടെ മഹിമയെ അതുപോലെ മധുസൂദനും കൂടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ്. എന്നാൽ ഇപ്പം മഹിമ അതുപോലെ ചന്ദ്രമതിയും നല്ല അടിപൂരം നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ്